വെൽക്കം ടു ദൂസ് പെപ്പ ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന 2 വാക്കുകളാണ് ഇന്നത്തെ താരം. നല്ല നാടൻ പൊരിച്ച കോഴിയും ചപ്പാത്തിയും. എന്നെപ്പോലെ പൊരിച്ച കോഴിയും ചപ്പാത്തിയും വീക്ക്നെസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ റെസിപ്പി. വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത കിടിലൻ ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് സാധാരണ മുളക് പൊടിയും ചേർക്കാം. അല്പം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാല, പിന്നെ കുരുമുളക് ചതച്ചത്, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരക പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ പെരിഞ്ജീരകമാണ് എടുത്തേക്കുന്നത്, ഹോൾ പെരിഞ്ജീരകം. ലൈം ജ്യൂസ്, ചെറുനാരങ്ങ നീര്, 1 ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും അല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാവും. വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചേക്കുന്നത് കേട്ടോ, ആകെ ലൈം ജ്യൂസിൻ്റെ വെള്ളമേ ഉള്ളൂ. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങളിലേക്ക് ഈ ഒരു അരപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രം സ്റ്റിക്കാണ്. 1 കിലോ ഡ്രം സ്റ്റിക്ക് ഉണ്ട്. ഡ്രം സ്റ്റിക്കാണ് എടുക്കണമെന്നില്ല, സാധാരണ ചിക്കൻ്റെ ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിക്കനിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കാൻ. മസാല നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ്റെ ഓരോ പീസിലും നന്നായി കോട്ട് ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരല്പം കോൺഫ്ലവർ ഇതിനകത്തേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു ഫ്രിഡ്ജിലേക്ക് ഒരു 30 മിനിറ്റെങ്കിലും മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു മസാല കൂടെ തയ്യാറാക്കണം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ഒരു 10 എണ്ണം, കൂടാതെ പെരിഞ്ജീരകവും. ഇത് 3ഉം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവണ്ട. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സാക്കി എടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയല്ലേ, വറ്റൽമുളകും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ ഉള്ള മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയിൽ വേണമെങ്കിൽ 2 ചെറിയുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. കൂടാതെ വറ്റൽമുളക് എടുത്തിരിക്കുന്നത് സാധാരണ എരിവുള്ള മുളകാണ്. അപ്പം ഒരുപാട് കുട്ടികളൊക്കെ കഴിക്കുന്നെങ്കിൽ ഒരുപാട് അത് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ പീസസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പ് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട്, ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. എന്നിട്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാട് തിങ്ങി നിറഞ്ഞിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. 2 3 പീസിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പുറത്ത് നന്നായി കരിഞ്ഞു പോവും, ഉള്ളിൽ കുക്ക് ചെയ്യുകയില്ല. ഞാൻ പണ്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. എസ്പെഷ്യലി ഡ്രം സ്റ്റിക്കൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഇങ്ങനൊരു ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അടച്ച് വെക്കരുത് കേട്ടോ, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഡീപ്പ് ഫ്രൈ പോലെ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ എണ്ണ അധികം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓരോ പീസും ഓരോ സൈഡും നമ്മൾ ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം ക്ഷമയോടെ തന്നെ ചെയ്യണം ഇത്. ചിക്കൻ്റെ എല്ലാ ഭാഗവും മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ബാക്കി വരുന്നൊരു മസാല ഉണ്ടല്ലോ, ഫ്രൈഡ് മസാല, അതും കൂടെ ചിക്കൻ മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ മാറ്റിയേക്കണേ, ഇല്ലേ അത് അവിടെ കിടന്ന് കരിയും. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കി ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒഴിക്കാൻ മടിക്കേണ്ട, ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം. നല്ല ഫുള്ള് എണ്ണയിൽ മുക്കി പൊരിച്ചും എടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ എല്ലാ പീസും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് മാറ്റുമ്പോൾ തന്നെ ആ കൂടെയുള്ള അരപ്പും കൂടെ മാറ്റാനും ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ പൊരിച്ച കോഴിയുടെ കൂടെ ചപ്പാത്തി ഇല്ലാതെ എങ്ങനെയല്ലേ, അത് കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ 2.5 കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട്.
അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇളം ചൂടുവെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ സാധാരണ വെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത്. രണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ചൂടുവെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഒരുപാട് ടെമ്പറേച്ചറുള്ള നല്ല കടുത്ത ചൂടുവെള്ളമൊന്നും ചപ്പാത്തി കുഴയ്ക്കാൻ ചേർക്കേണ്ട കാര്യമില്ല. ഇളം ചൂടുവെള്ളം മതി കേട്ടോ. അല്ലെങ്കിൽ നോർമൽ വെള്ളമായാലും മതി. ഞാനിവിടെ നോർമൽ വെള്ളം എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണയോട് ഒഴിക്കണേ. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് എപ്പോഴും അത് കുഴച്ചെടുക്കുന്നതിനകത്തും നമ്മളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം അരമണിക്കൂർ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ടിത് പരത്തി ചുട്ടെടുക്കുക. ചുട്ടെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, അടുപ്പിലോട്ട് ഇട്ടതിന് ശേഷം ചെറിയ ബബിൾസ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ബബിൾസ് വരുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് എടുക്കുക. ഹൈ ഫ്ലെയിമിട്ട് തന്നെ ചപ്പാത്തി ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ വീട്ടിലെ ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എൻ്റെ ഉമ്മയാണ്. എപ്പോഴും ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാറുണ്ടെന്ന് എൻ്റെ കൊളീഗ്സൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട തനി നാടൻ പൊരിച്ച കോഴിയും ചപ്പാത്തിയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തട്ടുകടയിലൊന്നും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് പൊരിച്ചെടുക്കാമെന്നേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ പ്രസ് ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.